guys, we are starting a new പരിപാടി അപർണ ചരിതം. അപ്പോൾ നിങ്ങളിൽ എത്ര പേർ പ്രിൻസ് ആൻഡ് ഫാമിലി മൂവി കണ്ടിട്ടുണ്ട്? പ്രിൻസ് ആൻഡ് ഫാമിലി മൂവി ഇവിടെ റീസെൻ്റ്ലി ഉള്ള പലർക്കിട്ടുമുള്ള ഒരു കൊട്ടാണ്. ആ പടം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പോയി കാണാം. നമ്മളുടെ കൂട്ടത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ സ്വന്തം ലൈഫ് പരസ്യമാക്കുന്ന ഒത്തിരി പേരുണ്ട്. പിന്നെ ഞാനിവിടെ പറയുന്ന കഥ ഇതിവിടെ ഇങ്ങ് നടക്കുന്ന ഒരു കഥയല്ല ഗൈസ്, ഇത് വേറെ എവിടെയോ നടക്കുന്ന കഥയാണ്. എൻ്റെ കഥയിൽ 3 ഫാമിലി ഉണ്ട്. ആ 3 ഫാമിലിക്ക് ഞാൻ പേരിടുന്നത് എ എന്നും ബി എന്നും സി എന്നുമാണ്. ഞാൻ ആദ്യം എ ഫാമിലിയുടെ കഥ പറയാം. എ ഫാമിലിയിൽ 2 സഹോദരങ്ങൾ. അവർ ഒരു ദിവസം വിചാരിക്കുകയാണ് അവർക്കൊരു പുതിയ വീടും കാറും വേണമെന്ന്. അതിനവർ കണ്ടെത്തിയ ഒരു വഴി സോഷ്യൽ മീഡിയ വഴി പൈസ ഉണ്ടാക്കുക. ആ പൈസയ്ക്ക് വേണ്ടി അവർ കണ്ടെത്തിയതോ നമ്മളെ പോലെയുള്ള ഓഡിയൻസിൻ്റെ പൾസറിഞ്ഞ് വഴക്കുണ്ടാക്കി കാശുണ്ടാക്കുക. അങ്ങനെ ഇവർ വഴക്കിടുകയാണ് സുഹൃത്തുക്കളെ. വഴക്കിടുക മാത്രമല്ല, 2 ചാനലുകൾ തുടങ്ങി. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളി വാരി എറിഞ്ഞ് വീഡിയോകളും ഇടാൻ തുടങ്ങി. അങ്ങനെ ഇത് കണ്ട് 2 കൂട്ടരെ സപ്പോർട്ട് ചെയ്തും ഒപ്പോസ് ചെയ്തും ഒരു കൂട്ടം ഫാൻസ് തമ്മിലടിയായി. ഇത് കണ്ട് രസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഹീറോസ് എന്ത് ചെയ്തെന്നു? അവരൊരു വീടും പുതിയൊരു കാറും വാങ്ങി. പിന്നീട് നമ്മൾ ഓഡിയൻസ് കാണുന്ന കഥ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഈ ചേട്ടനും അനിയനും ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഒന്നാവുകയാണ്. അപ്പൊ കണ്ടോണ്ടിരുന്ന നമ്മൾ ആരായി? പൊട്ടന്മാർ, അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? അപ്പൊ നമ്മുടെ എ ഫാമിലി ഹാപ്പി എൻഡിങ് ആയ സമയത്ത് ഇനി നമ്മുടെ ബി ഫാമിലിയുടെ വരവാണ്. ഈ ബി ഫാമിലിക്ക് ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും എടുത്തൊരു സാനിറ്റൈസർ കുപ്പിക്കകത്ത് അടച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ സാനിറ്റൈസർ കുപ്പിയും കൊണ്ടാണ് നമ്മുടെ ബി ഫാമിലിയുടെ നടപ്പ്. ബി ഫാമിലി പറക്കാനാണോ കാറ് വാങ്ങാനാണോ എന്നറിയത്തില്ല. അത്രയും നാളും നമ്മുടെ ബി ഫാമിലിയിലെ കുട്ടപ്പന് അവൻ്റെ അമ്മ പോരാളിയായിരുന്നു. പെട്ടെന്നൊരു ദിവസം അവൻ്റെ അമ്മ അവന് കട്ടപ്പയായി മാറുകയാണ് സുഹൃത്തുക്കളെ, കട്ടപ്പയായി മാറുകയാണ്. അതിനുശേഷം പിന്നെ അവൻ്റെ പെങ്ങളെ കണ്ടുകൂടാതായി. പെങ്ങൾക്ക് സർവത്ര കണക്ഷൻ എന്നാണ് അളിയൻ പറഞ്ഞു വെച്ചത്. ഇത് നമ്മുടെ ബി ഫാമിലി യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലായിടവും ഇട്ട് റീച്ച് ഉണ്ടാക്കാൻ തുടങ്ങി എ ഫാമിലിനെ പോലെ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പുള്ളിയുടെ ജീവിതം പോലെ തന്നെ പ്രശ്നമായി. നാട്ടുകാർക്ക് ഓൾറെഡി പുള്ളീനെ കണ്ടുകൂടാത്തത് കൊണ്ട് എ ഫാമിലി വിജയിച്ചത് ബി ഫാമിലിക്ക് വിജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ എ ഫാമിലിയും ബി ഫാമിലിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ വിജയിച്ചൊക്കെ നിൽക്കുവാണല്ലോ. അപ്പോഴാണ് നമ്മുടെ സി ഫാമിലിയുടെ വരവ്. അവർ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചില്ലറക്കാരല്ല സുഹൃത്തുക്കളെ, ചില്ലറക്കാരല്ല. അവര് ഒരു കൂട്ടുകുടുംബമാണ്. കൂട്ടുകുടുംബം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ഛനും ചിറ്റപ്പനും ഒക്കെ ഉള്ളതാണ്. അല്ല, അവർ അച്ഛനും അമ്മയും 5 മക്കളും അടങ്ങുന്നതാണ് അവരുടെ ഫാമിലി. ഈ 5 മക്കളിൽ മൂത്ത 2 പെൺകുട്ടികളുണ്ട്. ഇവരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം എന്ന് പറയുന്നത് ഒരു കച്ചവടമാണെന്നാണ്. ഞാൻ കല്യാണം കച്ചവടമാണെന്ന് പറഞ്ഞല്ലോ. ഈ ഫാമിലിയിൽ ആദ്യം ഒരു കൊച്ചിൻ്റെ കല്യാണം ഇവരങ്ങ് ഉറപ്പിച്ച്, എന്നിട്ട് ഇവർ പറഞ്ഞ് ഞങ്ങളുടെ കല്യാണം ഇന്ന് നടക്കും നാളെ നടക്കും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത് അങ്ങനെ കുറച്ച് റീച്ച് ഉണ്ടാക്കി. റീച്ച് കുറഞ്ഞപ്പോൾ പെട്ടെന്നൊരു ദിവസം വന്ന് നിന്ന് അമ്മയും അച്ഛനും ഇരുന്ന് കരയുകയാണ്. കരയുന്നത് എന്താണെന്ന് ആൾക്കാർ ചോദിച്ചപ്പോൾ പറയുവാണ്, എൻ്റെ മോൾ ഒളിച്ചോടിപ്പോയി എന്ന്. ഒളിച്ചോടിപ്പോയ മോക്കൊരു യൂട്യൂബ് ചാനലായി. അമ്മയും അച്ഛനും യൂട്യൂബ് ചാനലിൽ ഇരുന്ന് മോളെ കുറ്റം പറയാൻ തുടങ്ങി. മോളും മരുമോനും മറ്റേ ചാനലിൽ ഇരുന്ന് അമ്മേനെയും അച്ഛനെയും കുറ്റം പറയാൻ തുടങ്ങി. ലാസ്റ്റ് ഇതെല്ലാം എടുത്ത് കണ്ടു നിന്നവർ റിയാക്റ്റും ചെയ്തു. എല്ലാവർക്കും പൈസ കിട്ടി. അത് കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു വീഡിയോ കാണുകയാണ്. ആ വീഡിയോയിൽ വന്ന കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഈ ഒളിച്ചോടി പോയവരെല്ലാവരും ഒന്നായിരിക്കുന്നു. അപ്പം ഇതൊക്കെ കണ്ട നമ്മളാരായി? അവരച്ഛനും മക്കളും, നമ്മൾ അല്ല, വേണ്ട, നിങ്ങൾക്കറിയാലോ ഏത്. അപ്പോ നമ്മൾ ആദ്യത്തെ കൊച്ചിന്റെ കഥ പറഞ്ഞു. ഇനി ഒരു ട്വിസ്റ്റ് ഉണ്ട് ഈ കഥയിൽ. ഇവർ ഇതുകൊണ്ടൊന്നും പഠിച്ചില്ല. ഇവർക്കൊരു 2ാമത്തെ കുട്ടിയുണ്ട്. ഈ കുട്ടിയുടെയും കല്യാണം ഉറപ്പിച്ചു. റീച്ച് പറയുമ്പോൾ ഈ വീട്ടിൽ നടക്കുന്നതാണ് കല്യാണ നാടകം. അങ്ങനെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വീണ്ടും വീഡിയോസ് വരാൻ തുടങ്ങി. കല്യാണമാണ്, ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെയും ഒരു ദിവസം ഈ ലൂപ്പ് വരികയാണ്. ഇവരുടെ അമ്മയും അച്ഛനും കൂടി വന്നു നിന്ന് കരയാണ് സുഹൃത്തുക്കളെ, കരയാണ്.
കാരണം അന്വേഷിച്ച് ഒട്ടുമിക്ക എല്ലാവർക്കും കാര്യം കത്തി. കാര്യം പണ്ട് ഇതുപോലൊരു നാടകം ഇവിടെ നടന്നിട്ടുണ്ടല്ലോ. അപ്പോ അവര് വീണ്ടും വന്നിരുന്നു പറയാണ്, ഞങ്ങളുടെ രണ്ടാമത്തെ മകൾ ഒളിച്ചോടി. പക്ഷെ ഈ പ്രാവശ്യം ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒളിച്ചോടിയത് കല്യാണം ഉറപ്പിച്ച ചെറുക്കൻ്റെ കൂടെ തന്നെയാ. എന്താല്ലേ? അപ്പോ ഈ ഒളിച്ചോടിയ മോള് പോയി വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അമ്മയും അച്ഛനും വീണ്ടും അത് പണ്ടത്തെ പോലെ തന്നെ യൂട്യൂബിൽ വന്നിരുന്ന് കരച്ചിലും ബഹളവും കുറ്റം പറച്ചിലും. ഇളയ മോളും മരുമോനും ഇതേപോലെ വന്നിരുന്ന് കുറ്റം പറച്ചിൽ തന്നെ. ഇത് റിപ്പീറ്റായി. ഇപ്പൊ റീസെന്റ് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതൊരു വെള്ളക്കൊടിയാണ്. അത് നമുക്ക് പയ്യെ പറയാം, ഇനി വരേണ്ടി വരും. അപ്പൊ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. നമ്മുടെ പ്രൈവറ്റ് ലൈഫ് നമ്മുടെ മാത്രം പ്രൈവറ്റ് ആയിരിക്കണം. പണത്തിന് വേണ്ടി അത് പബ്ലിക്കാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ പലതും കേൾക്കേണ്ടി വരും. പബ്ലിക് ആക്കേണ്ട സാധനങ്ങൾ പബ്ലിക്കാക്കാം, അതും സോഷ്യൽ മീഡിയയിൽ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാള, അത് വൈകാതെ അറിയും. അപ്പം ഇനി അടുത്തൊരു ചരിതവുമായി വീണ്ടും കാണാം. അതുവരെ അപർണ ചരിതം സൈനിങ് ഓഫ്.